ചീനവല എന്നുള്ളത് കൂട്ടുകാരെ നമ്മുടെ നാട്ടിലുള്ളവരാരും കണ്ടുപിടിച്ചതുമല്ല, ആരും ഇട്ട പേരുമല്ല. ചൈനക്കാർ ഇട്ട പേരാണ്, അവർ കണ്ടുപിടിച്ച വലയാണ്. അതുകൊണ്ടാണ് ചീനവല എന്നതിന് പേര് വന്നത്. ഇതിന് 4 കൈയാണ്. പണ്ട് ഇതിന് കഴയാണ് ഉപയോഗിച്ചിരുന്നത്, കാറ്റാടി കഴ. ഇപ്പോൾ കാലം മാറിയോണ്ട് പൈപ്പായി. ഇതിപ്പോൾ നമ്മളിപ്പോൾ വല കെട്ടാൻ പോയാണ്. 2 കഴയിൽ ഓൾറെഡി വല കെട്ടി നിർത്തിയേക്കും. എന്നിട്ട് 2 കഴ അഴിക്കത്തുള്ളൂ. ഇതേ വലയെ പിടിച്ച് അതിൻ്റെ പയ്യെ തെളിവെടുത്തിട്ട് നേരെ ചെന്ന് ആ കഴയിൽ കണ്ടത് ഇപ്പോൾ കണക്ട് ചെയ്തു. പുള്ളി അത് കെട്ടിയാണ്. ഇനി അവിടുന്ന് പയ്യെ പിടിച്ച് അതിൻ്റെ തെളിവെടുത്ത് അടുത്ത കഴയിലേക്ക് ചെല്ലും. പൈപ്പിൽ കണ്ട് പിടുത്തം കിട്ടിയതുണ്ട്. ഇപ്പോൾ ആ വല നല്ല കെട്ടി നല്ല ടൈറ്റ് ടെമ്പറിലാക്കിയിട്ടുണ്ട്. ഇനി അതിനകത്ത് നമുക്ക് ചരക്ക് പണി ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ വല താത്ത് വിട്ടു. നടുക്ക് അതിൻ്റെ തൂര് നിൽപ്പുണ്ട്. തൂരെന്ന് പറഞ്ഞാൽ ചരക്ക് വീണ് കിടക്കുന്ന സ്ഥലം. അതും ദേ കെട്ടഴിച്ച് വിട്ടു. പിന്നെ ഇതേ ആശാൻ നേരെ തട്ടയിലോട്ട് വരികയാണ്. ചീനവലയുടെ ഈ പ്ലാറ്റ്ഫോമാണ് ചീനവല തട്ട്. ഇത് ബാബുച്ചേട്ടൻ്റെ ചീനവലയാണിത്. ആളൊരു എക്സ് പ്രവാസിയാണ്. പുള്ളി ഗൾഫ് ജീവിതമൊക്കെ ഉപേക്ഷിച്ച് തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ ഒരു വസ്തു വാങ്ങി. അവിടെ ഒരു ചീനവലയുടെ പാടുണ്ടായിരുന്നു. പാടെന്ന് പറഞ്ഞാൽ മുൻപ് ഒരാൾ ചീനവല ഇട്ട് അതിന് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് ചീനവല പാടെന്ന് പറയും. അത് കുറ്റിവലയിലും അങ്ങനെ തന്നെയാണ്, കുറ്റിവലപ്പാടെന്ന് പറയും. അത് ഇവിടുത്തേക്ക് നാട്ടുപേര്, നാട്ടുവർത്താനമൊക്കെയാണ്. ഇതാണ് കൊട്ടത്തൂര്. ഈ തൂരിനകത്താണ് ജീവനുള്ള ചെമ്മീനെയും മീനെയൊക്കെ ഇടുന്നത്. ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ അങ്ങനെ മുങ്ങിക്കിടക്കുന്നുണ്ട്. കൊഞ്ചും മീനൊന്നും നശിച്ചു പോകത്തില്ല. നേരം വെളുത്ത് ഇത് പൊക്കി തരംതിരിഞ്ഞ് വേസ്റ്റ് എല്ലാം മാറ്റി വലിയ ചെമ്മീൻ വേറെ, ചെറുത് വേറെ, മീൻ വേറെ അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ലേലക്കടവിൽ, അതായത് ചന്തയിൽ കൊണ്ടുപോയി കൊടുത്ത് കാശ് മേടിക്കാം. ഞങ്ങളുടെ ഇവിടുന്ന് എല്ലാവരും ഇപ്പോൾ കൊണ്ടുപോകുന്നത് പ്രാക്കുളം അല്ലെങ്കിൽ ശക്തികുളങ്ങര, ഈ 2 സ്ഥലത്താണ്. എന്തായാലും വലയെല്ലാം പൂട്ടിയതിന് ശേഷം ഫസ്റ്റ് വല എൻ്റെ അടുത്ത് തന്നെ പിടിക്കാൻ പറഞ്ഞ്. കുട്ടിക്കാലത്ത് 10ാം ക്ലാസ്സിലെ വെക്കേഷന് ശേഷം ഞാനും ആദ്യമായിട്ട് തുടങ്ങുന്ന മത്സ്യബന്ധന തൊഴിലെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ചീനവല പിടുത്തമാണ്. പോക്കറ്റ് മണിക്കൊക്കെ വേണ്ടി അന്ന് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ +2 കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് പ്രൊഫഷണലായിട്ട് ചീനവല പണിക്കും കടലിൽ പണിക്കൊക്കെ ഇറങ്ങിയത്. കൊക്കിനൊരു ക്ഷാമമില്ല. കാരണം വല അങ്ങോട്ട് പൊക്കിയാൽ ആദ്യം തന്നെ വീഴുന്ന ലൈവ് കൊഞ്ചിനെയും മീനെയൊക്കെ പിടിക്കാനായിട്ട് കൊക്ക് അവിടെ ഇരിക്കും. കൊക്ക് രാത്രി ആയാലും ഉറക്കമൊന്നുമില്ല. ഈ ചീനവല കെട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിസരത്ത് തന്നെ ആശാൻ കാണും. പുള്ളിക്ക് അതുകൊണ്ട് ഫ്രഷ് ലൈവ് ചെമ്മീനും ഇടത്തരം ചെറുമീനൊക്കെ കിട്ടും. അത് പിന്നെ കായലിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും അറിയാം, ചീനവല പണിയിൽ ചെയ്യുന്ന എല്ലാവർക്കും. പക്ഷേ ഇന്നിപ്പോൾ കായലിൽ ഉന്താണ് വീണ് കിടക്കുന്നത്. ഉന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുതരം ബബിൾ ജെല്ലി കണക്ക് വെള്ളത്തിലുണ്ടാകുന്നതാണ്. അതായത് വെള്ളം ഒരു ഖരാവസ്ഥയിലാവുന്നൊരു സംഭവമാണത്. അത് ഓൾറെഡി കടലിൽ സംഭവിക്കുമ്പോൾ നല്ല വലിപ്പത്തിലുണ്ടാവും. കായലിൽ പിന്നെ അത്രയ്ക്കും ഇല്ല. ചെറിയൊരു ഗോലിയുടെ രൂപത്തിൽ ഇങ്ങനെ ഒരു ബബിൾ ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാവും, റൗണ്ട് ഷേപ്പിൽ. അപ്പോൾ ഇതേണ്ടത് കച്ചാലെടുക്കാനായിട്ട് ബാബുച്ചേട്ടൻ പോയിട്ടുണ്ട്. കാരണം കച്ചാലിൽ കോരി മാറ്റണം. കാരണം ഇത് വലയിൽ കടന്നാൽ പ്രത്യേകിച്ച് ഇത് വലയിൽ കിട്ടിയെന്നും പറഞ്ഞ് നമുക്ക് അതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വെള്ളമായി പോവും. അതുമല്ല, ഈ സാധനം കായലിൽ വന്നു കഴിഞ്ഞാൽ മീൻ നിൽക്കത്തില്ല. ഇതാണ് ഐറ്റം. ഈ കൽക്കണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ ബബിൾ രൂപത്തിൽ ജെല്ലി പോലെ ഇങ്ങനെ പൊഴിഞ്ഞ് വീണ് ഇതാണ് ഉന്ത്. കുറച്ച് സമയം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തന്നെ വെള്ളമായി പോകും. കാരണം വെള്ളം ഖരാവസ്ഥയിലാവുന്നതാണ്. പിന്നെ മറ്റ് മീനുകളൊന്നും ഇതിനകത്ത് കൂടുതലും കിട്ടാറുമില്ല ഇതിങ്ങനെ നിന്നാൽ. പിന്നെ പാലത്തിൽ സൈഡിൽ കയറോ റോപ്പോ ഒന്നുമില്ല. ബാലൻസിന് നേരെ നടന്ന് പോവുക, തിരിച്ചു വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് കൊച്ചിലോട്ട് ഈ പണി ചെയ്ത് ശീലിച്ചുകൊണ്ട് ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് മറിഞ്ഞു വീഴുന്ന പേടിയില്ല. 2 മീൻ കിട്ടി, ഒരു പാരയും ഒരു ഞുണ്ണയും. ഞുണ്ണ എന്ന് പറയുന്ന മീൻ നമ്മുടെ ഇവിടെ അഷ്ടമുടി കായലിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. എല്ലാ നാട്ടിലും ആ പേര് പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും കിട്ടിയ ചരക്ക് നേരെ തൂരിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്തുള്ള പൊടിമീനും കാര്യങ്ങളൊക്കെ നാളെ നേരം വെളുത്ത് ഇത് പൊക്കുമ്പോൾ പറക്കി മാറ്റാം. കാരണം വെളുപ്പിന് ഒരു 4 മണിയോടുകൂടി ഇത് പൊക്കി ചരക്ക് പറക്കി തിരിഞ്ഞതിന് ശേഷമാണ് നേരെ കടവിലേക്ക്, അതായത് ചന്തയിലേക്ക്, ലേലക്കടവിലേക്ക് കൊണ്ടുപോകണം. ചീനവലയിൽ പൊതുവെ 3 അല്ലെങ്കിൽ 4 കല്ലൊക്കെയാണ് കെട്ടി ബാലൻസ് ചെയ്യുന്നത്. കാരണം വെയ്റ്റിനനുസരിച്ച്. ഇവർ 2 പേര് വല നീട്ടാൻ പോയിട്ട് വന്ന ചേട്ടന്മാരാണ്. അവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഈ വലത്തട്ടയിലോട്ട് വരികയാണ്. നോക്കി കയറിയില്ലെങ്കിൽ മറിഞ്ഞ് വീഴും. കാരണം ചീനവല തട്ട് നല്ല ഹൈറ്റാണ്. പിന്നെ കുഴപ്പമില്ല, അവർ ഓൾറെഡി വള്ളം കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മറിഞ്ഞു പോവില്ല. ഇത് അങ്ങനെ ഏകദേശം സന്ധ്യ കഴിഞ്ഞു. ഒരു 6:30, 6:45 ഇരുട്ടോലാണ് നമുക്ക് ചീനവലയ്ക്ക് പണി. നമ്മുടെ ഇപ്പോൾ പിടിക്കുന്ന ഈ വലയ്ക്ക് 4 കല്ലാണ് കെട്ടിയിട്ടേക്കുന്നത്. കാരണം വലയുടെ ത്രാസ്, അതായത് കഴയുടെ വെയ്റ്റിനനുസരിച്ചിട്ടാണ്, പൈപ്പിൻ്റെയൊക്കെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് കല്ല് കെട്ടി വെയ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തിപ്പോൾ പറയത്തക്ക വിധത്തിലൊന്നുമില്ല. ഇത് ആ വെള്ളത്തുള്ളി പോലെ ഇരിക്കുന്നതെല്ലാം ഉന്താണ്.
നമുക്ക് ഉദ്ദേശിച്ച കണക്കുള്ള ചെമ്മീനോ മീനോ ഒന്നും ഇതിനകത്ത് കാണിക്കാൻ ഇന്നിപ്പം പറ്റുന്നില്ല. ദുർഭാഗ്യം. ചരക്കില്ല. എല്ലാം ഉന്ത് വന്നതുകൊണ്ട് എല്ലാ ചരക്കും തള്ളിപ്പോയിട്ടുണ്ട്. ബബിള് പോലെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോണതാണ് ഉന്ത് വന്ന ഇതാണ് അവസ്ഥ. എന്തായാലും ഇന്നത്തെ അധ്വാനം വെറുതെ ആ ചേട്ടന് വേസ്റ്റായി. ഇനി രാത്രി നീരൊഴുക്കിനനുസരിച്ച് ഇത് മാറിപ്പോയെങ്കിൽ മാത്രമേ എന്തെങ്കിലും കൊഞ്ചോ മീനോ ഞണ്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ. പക്ഷേ അബദ്ധത്തിലായാലും ഒരു മഡ്ക്രാബ് കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറിയാണ്. 1 കിലോയ്ക്ക് മുകളിലുള്ള ഒരു മഡ്ക്രാബ് വീണ് കഴിഞ്ഞാൽ 3000 രൂപയ്ക്ക് മേലെ റേറ്റുണ്ട്. ഒരു ദിവസം ചീനവല കിട്ടുന്നതിന് കുറഞ്ഞത് ഒരു 50 രൂപയുടെ കറണ്ട് എങ്ങനെയെങ്കിലും ഉണ്ടാവും. പണ്ട് സിൽവാനിയ ബൾബായിരുന്നു, ഇപ്പം മാറി. ഇപ്പോൾ CFL ആണ്. പണ്ട് നല്ല മഞ്ഞ പ്രകാശമുള്ള ബൾബായിരുന്നു. അതിപ്പോൾ കറണ്ട് ബില്ല് കൂടുതലാണ്. ഇപ്പോൾ പിന്നെ CFL ആയതുകൊണ്ട് നേരിയ വ്യത്യാസമുണ്ട് കറണ്ട് ബില്ലിനകത്ത്. നേരിയെന്നല്ല, പാതിക്ക് മേളിൽ വ്യത്യാസമുണ്ട്. അത്രയ്ക്കും കറണ്ട് ബില്ല് വരത്തില്ല. പിന്നെ ബൾബിൻ്റെ വോൾട്ടേജ് അനുസരിച്ച് നമുക്ക് കറണ്ട് കൂടിയും കുറഞ്ഞിരിക്കും. എല്ലാവർക്കും ഒരേ കണക്കൊക്കെയുള്ള കറണ്ട് ബില്ല് ആവണമെന്നില്ല. പിന്നെ ദിവസം ഒരു 50 രൂപ വീതം കറണ്ട് ബില്ലിന് മാറ്റി വെച്ചാൽ അത് വലിയൊരു ഉപകാരമാകും. കാരണം അതിൽ നിന്ന് ബാലൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വീട്ടിലെ ചിലവിനായാലും എടുക്കാം. ഇതിപ്പോൾ ആദ്യമേ എടുത്ത് ഇരയ്ക്കകത്ത് പാതിയേ വന്നുള്ളൂ. ഇരയെന്ന് പറയുന്നത് നമ്മൾ ഈ തൂരിനകത്ത് കിടക്കുന്ന ചരക്ക് എടുക്കുന്നതിനാണ് ഇര എടുക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് കച്ചാലാണ്. കച്ചാലിനകത്താണ് നമ്മൾ ഈ ചരക്ക് എടുക്കുന്നത്. അപ്പോൾ ആദ്യമേ പൊഴിഞ്ഞ് വീണതിൻ്റെ ബാലൻസ് എടുക്കാനാണ് ഇപ്പോൾ ബാബുച്ചേട്ടൻ വന്നേക്കുന്നത്. ഇപ്പോൾ വലിച്ച വലിയ റോപ്പിനാണ് ഇരക്കയറെന്ന് പറയുന്നത്. പിന്നെ ആ ചെറിയ റോപ്പിന് കുരുക്ക് കയറെന്നും പറയും. ഈ കുരുക്ക് കയറ് നമ്മൾ ഉടക്കി കെട്ടിയിടും, എന്നാലേ മീൻ കയറുന്നത് അതിനകത്ത് തന്നെ കിടക്കും, അല്ലെങ്കിൽ വെളിയിൽ പോവും. അപ്പോൾ കുരുക്കയറിനകത്ത് കെട്ടിയിട്ട് ഏകദേശം 1 മണിക്കൂറോളം ചീനവല പിടിച്ച് ചരക്കായതിനു ശേഷം ഇരക്കയറ് പിടിച്ച് വലിച്ച് നമ്മൾ ഇര എടുക്കത്തുള്ളൂ. ഇത് ജെല്ലി ഫിഷാണ്. കാണുമ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നും. ഇംഗ്ലീഷിലെ പേരും അടിപൊളിയാണ്, ജെല്ലി ഫിഷ്. പക്ഷേ നമ്മുടെ കയ്യിൽ നേരെ നമ്മുടെ ചർമ്മത്തിൽ വീണ് കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലാണ്. കൈവെള്ളയിൽ നമുക്കൊന്നും ചൊറിച്ചിൽ അങ്ങനെ ഏൽക്കത്തില്ല. പക്ഷേ കൈയുടെ മറു സൈഡിലൊന്ന് തേച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, നല്ല അടിപൊളി നന്നായിട്ട് ദേഹം ചൊറിയും. ദേഹത്ത് വീണാൽ അത് തന്നെ കണ്ണിലൊന്നും വീഴാൻ ശ്രദ്ധിക്കണം വലയൊക്കെ കുടയുമ്പോൾ. അങ്ങനെ ആ വല പൊക്കി നിർത്തിയാണ് കുറച്ച് നേരം. ഇതാണ് നമ്മുടെ ചീനവല പണി. അറിയാത്തവരുടെ അറിവിലേക്കൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.